നമ്മുടെ ജീവിതം കൊണ്ട് ഇത് പകർന്നെടുക്കുകയാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും നിങ്ങൾക്ക് എന്നോട് ചേരാനുള്ളതും കർമ്മം. ഇതല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നേടാമെന്ന് ഈ ലോകത്ത് നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നത് നിങ്ങളുടെ നേട്ടം അത് ലോകത്തിൻ്റെ നേട്ടമായി മാറും അവസാനം. ഇതാണ് ഈ ഗുരുപൂജയുടെ രഹസ്യം. അതാണ് ഈ കുട്ടിക്ക് ഈ പറഞ്ഞ ഋഷിമാരും ദേവനും ദേവി ഇപ്പം മഹാവിഷ്ണു വരെ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് അവളോട് ചോദിക്കുക നിങ്ങൾ. അല്ല, ഞാനിത് കള്ളമായിട്ടല്ല പറയുന്നത്. അപ്പം എൻ്റെ രൂപവും കാണുന്നു, അതേ സമയത്ത് മറ്റതും കാണുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ പിതൃക്കളെ ഓരോന്നായിട്ട് കാണുകയാണ്. മക്കളെ നിങ്ങൾ തെറ്റിക്കല്ലേ എന്ന് അവർ പറയുകയാണ്. എന്താണ് ഈ തെറ്റ് വന്നുപോയാൽ ഞങ്ങൾക്ക് രക്ഷയില്ല. ഇതൊക്കെയാണ് നിങ്ങൾ തെളിവായിട്ടെടുക്കേണ്ടത്. അല്ല, എൻ്റെ സിദ്ധിയൊന്നുമില്ല. എന്താവശ്യമോ അതൊക്കെ അവർ കൈനീട്ടി വാങ്ങിക്കും. അപ്പം എല്ലാവർക്കും ആ കൈനീട്ടി കൊടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട്, എനിക്കതില്ല. ഇല്ലാത്ത കാര്യം ഞാൻ എന്തിനു പറയുന്നു? എനിക്കിതാണുള്ളത്. അപ്പം ഈ ഉള്ളതിനെ നിങ്ങളോട് പറഞ്ഞ് കഷ്ടപ്പെടുത്തിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ വിയർപ്പിൻ്റെ കൂലിയൊന്ന് നിങ്ങൾക്ക് കിട്ടട്ടെ. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ആത്മാവിൻ്റെ ചിന്തനം ഉറച്ചു വരുമ്പോൾ ആത്മസുഹൃതം എന്താണെന്ന് നിങ്ങൾ അറിയും. അല്ലാതെ മറ്റ് കച്ചവടത്തിനൊന്നും ഇവിടെ വരണ്ട നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എല്ലാം സങ്കല്പിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ എല്ലാം നിനക്കിരിക്കട്ടെ, അത് കെട്ടതും നല്ലതുമല്ല. അപ്പം ഈ സങ്കല്പം വരുമ്പോൾ ഈ ശരീരത്തിനും ജീവനും എന്ത് കെടുതിയുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചു, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പം ഇതാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇത് മറ്റൊരു സ്ഥലത്തൊന്നും ഇത് പറയില്ല. ആരെ വേണേ പൂജിച്ചോളാൻ പറഞ്ഞു തരും, അല്ലേ? അല്ലെങ്കിൽ ഇന്നതും കൂടി വെച്ച് പൂജിക്കൂ. ഇതല്ലാതെ അവർ വേറെ മറുപടിയൊന്നും പറയില്ല. ഇത് ചെയ്ത് തന്നിട്ട് ആ വൈഷ്ണവ സങ്കല്പത്തിലും ശൈവ സങ്കല്പത്തിലും ശാക്തീയ സങ്കല്പത്തിലും ഇരിക്കുന്ന പിശാച് മുതൽ ഭൂതം മുതൽ അല്ലെങ്കിൽ ഭൂതം മുതൽ പിശാച് വരെ എത്തി നിൽക്കുന്ന, അവിടെ നിന്ന് ദേവനും ഋഷിയും സന്യാസിയായി എത്തി നിൽക്കുന്ന കർമ്മത്തെയാണ് നിങ്ങൾ ആ മക്കളെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാനല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു കയ്യാങ്കളിയാണ്. ആ എൻ്റെ രൂപത്തിൻ്റെ വേഷം എടുക്കുകയാണ്.